നമസ്കാരം. പിണറായി സർക്കാർ 10 വർഷം പൂർത്തിയാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിടാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ കഴിഞ്ഞ 10 വർഷത്തെ ഒന്ന് അവലോകനം ചെയ്യുകയാണ്. ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലാണ് എന്ന കാര്യം യാതൊരു സംശയം വേണ്ട. ഒരു സംശയം വേണ്ട. പിണറായി സർക്കാരിന്റെ കീഴിൽ ഈ കേരളം വലിയൊരു മാറ്റം, ഒരു കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം. അത് അടിസ്ഥാന വികസന കാര്യത്തിലാണ്. പാലങ്ങള്, റോഡുകള്, കെട്ടിടങ്ങള്, സ്കൂളുകള്, ആശുപത്രികൾ, അങ്ങനെ അഴിമതിയൊക്കെ മറുഭാഗത്ത് നടന്നിട്ടുണ്ട്. അതിന്റെ കോഴകളും ഒക്കെ നടന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കാം. മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം അടിസ്ഥാന സൗകര്യ വികസനം നടന്നിട്ടുള്ള മറ്റൊരു ഭരണ കാലഘട്ടം ഇല്ല എന്ന് തന്നെ പറയാം. അതിന്റെ കൂടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള നാഷണൽ ഹൈവേ 66 കൂടി വരുന്നത്. അതും കൂടി ആകുമ്പോൾ പൂർത്തിയായി. ധാരാളം പാലങ്ങള്, മറ്റു റോഡുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അത് കേരളത്തിന്റെ തെക്ക് വടക്ക് വാഹനം ഓടിച്ചു പോകുന്നവർക്കറിയാം. ഇപ്പോൾ മലയോര ഹൈവേ അടക്കമുള്ള റോഡുകൾ വളരെ ഉപകാരമാണ് അതുവഴി പോകുന്ന റോഡുകളൊക്കെ. ആ വികസനത്തെ കൂടി പറഞ്ഞുകൊണ്ടാവണം പിണറായി വിരോധം പറയേണ്ടത് എന്നതുകൊണ്ടാണ് അത്ര കാര്യങ്ങൾ പറയുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗതി എന്താന്നുള്ളത്. അടിസ്ഥാന വികസനത്തിൽ കെട്ടിടങ്ങളില്ല. പല ഹയർ സെക്കൻഡറി സ്കൂളുകളും പ്രവർത്തിച്ചിരുന്നത് ഹൈസ്കൂളിന്റെ UP-യുടെയും കെട്ടിടങ്ങളുടെ റൂമുകൾ കടമെടുത്തുകൊണ്ടാണ്. അത്തരം സ്കൂളുകൾ, ധാരാളം ബിൽഡിങ്ങുകൾ ഉണ്ടായി. വിദ്യാലയങ്ങളുടെ അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ സ്ഥല സൗകര്യമാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നീട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്ഥലമില്ലാഞ്ഞ ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ അത്തരം ഘട്ടങ്ങളെ വിജയകരമായി അതിജീവിച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കിഫ്ബി പോലെയുള്ള പദ്ധതികൾ, അതിലൂടെ വലിയ മൂലധന നിക്ഷേപങ്ങൾ, പണം കൊണ്ടുവരാനും മറ്റും ചെറിയ കളിയൊന്നുമല്ല കളിച്ചത്. അതിന്റെ മറുവശം ഞാൻ ഈ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയാം. ഏതായാലും ആ ഒരു പദ്ധതിയാണ് സത്യത്തിൽ ഇത്രയധികം അടിസ്ഥാന സൗകര്യ വികസനത്തിന് തുടക്കം കുറിച്ചത്, ആക്കം കുറിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പുതിയ പാലങ്ങൾ, ആലപ്പുഴ ബൈപ്പാസ് നമുക്കറിയാലോ, കുതിരാൻ തുരങ്കം, അതുപോലെ കൊച്ചിയിലെ പുതിയ ഫ്ലൈ ഓവറുകൾ, മലയോര ഹൈവേ, അവിടെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി നിർമ്മാണങ്ങൾ നമ്മൾ സഞ്ചരിക്കുന്നവർക്ക്, വിശേഷിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാർ ഓടിച്ചു പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. തീവണ്ടിയിലോ ബസ്സിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അത്രയധികം കാണാൻ കഴിഞ്ഞോളുന്നില്ല. ചില പാലങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം. വലിയഴീക്കൽ പാലം, ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പോസ്റ്റിംഗ് ആർച്ച് പാലങ്ങളിൽ ഒന്ന് ദക്ഷിണേഷ്യയിലെ. അത്രയ്ക്ക് ഒരു വലിയ പാലമാണ്. കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം ചെറിയ മാറ്റമൊന്നുമല്ല ഉണ്ടാക്കിയത്. ടൂറിസം മേഖലയിൽ അസാധ്യമായ ഒരു സാധ്യത തുറന്നിട്ട ഒരു പാലമാണ് ഈ വലിയഴീക്കൽ പാലം എന്ന് പറയുന്നത്. അത് ഈ സർക്കാരിന്റെ കാലത്തെ ഭരണ നേട്ടമാണ്. നമ്മൾ ഈ സർക്കാരിന്റെ ഭരണ നേട്ടത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് തൊട്ടു മുമ്പുള്ള സർക്കാരിനെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഏതൊരു സർക്കാരും ഒരു പദ്ധതി പൂർത്തിയാക്കുമ്പോൾ അതിന് മുമ്പത്തെ സർക്കാർ എന്തെങ്കിലുമൊക്കെ വിഭാവനം ചെയ്ത് തുടങ്ങി വെച്ചിട്ടുണ്ടാവും. ആ തുടങ്ങി വെച്ചത് അതിലെന്തെങ്കിലും പോരാക്കുറവുണ്ടെങ്കിൽ അത് ഒഴിവാക്കി അത് നന്നാക്കി നടപ്പിലാക്കുക എന്നതാണ് അടുത്ത സർക്കാരിന്റെ ഉത്തരവാദിത്വം. നമ്മുടെ കേരളത്തിൽ ഒരു കുഴപ്പം, ഉമ്മൻചാണ്ടി സർക്കാർ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചു, പിണറായി സർക്കാർ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഉമ്മൻചാണ്ടിക്ക്. പിണറായി സർക്കാർ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ച് അത് ഒരുപക്ഷെ നാളെ വരുന്ന മറ്റൊരു സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് പിണറായിക്ക്. ഈ ഒരു ശീലം മാറണം. ഒരു പദ്ധതി തുടങ്ങുന്നതിലല്ല, അത് തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കി ജനോപകാരപ്രദമായ വിധത്തിൽ അത് തുറന്നിട്ട് കൊടുക്കുന്നതിലാണ് കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ തറക്കല്ലിട്ടിട്ട് തുടങ്ങാതെ ഇട്ടിട്ട് പോയ എത്ര പദ്ധതികളുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ കേരയിൽ എന്ന് പറഞ്ഞിട്ട് കല്ലിട്ട് ഉണ്ടാക്കിയ ദുരിതങ്ങൾ നമുക്കറിയാലോ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കുറെ പേരുടെ ജീവിതം ദുരന്തമായി, കുറെ പേരുടെ സ്ഥലത്തിന് വിൽപ്പനയൊക്കെ അധോഗതിയായി, ചിലരുടെയൊക്കെ കല്യാണം മുടങ്ങി. എന്നാലും ഉപരി ആ കല്ലിടൽ കൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. അതുകൊണ്ട് അത്തരത്തിൽ തുടങ്ങി വെക്കലല്ല, അത് പൂർത്തിയാക്കലാണ് ഒരു ഘടകം എന്ന് പറയുന്നത്. അത് പൂർത്തിയാക്കാൻ ഈ പിണറായി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ചില പദ്ധതികളൊക്കെ ഇപ്പോൾ വീണ്ടും പണിപ്പുരയിലാണ്. ഇനി മറ്റൊരു പാലം നോക്കുകയാണെങ്കിൽ പെരുമ്പളം പാലം. നമുക്കറിയാലോ, പെരുമ്പളം ദ്വീപിനെ ആലപ്പുഴ ജില്ലയുമായിട്ട് കരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു പാലം. ഇതിനു മുമ്പത്തെ അവസ്ഥ എന്താ? ആയിരക്കണക്കിന് ദ്വീപ് നിവാസികളുണ്ട്. അവരുടെ യാത്ര വളരെ ദുരിതമായിരുന്നു സത്യത്തിൽ. പെരുമ്പളം പാലം വരുന്നതിന് മുമ്പ് വളരെ വലിയ വളർച്ചയാണ് ഇനി എല്ലാ മേഖലയിലും വരുന്നത്. ഈ പാലങ്ങളൊക്കെ ഇപ്പോൾ പിണറായി സർക്കാരിന്റെ കാലത്ത് പണിയെടുത്തിട്ടുള്ള പാലങ്ങളൊക്കെ ടൂറിസം മേഖലയിലേക്ക് ഒരു കുതിച്ചുചാട്ടം എത്തിച്ചു തരുന്ന പാലങ്ങളാണ് എന്നതാണ് ഏറ്റവും പ്രത്യേകത. ടൂറിസം വളരുന്നതിനാവശ്യമായ ഒരു സാഹചര്യം കൂടെ ഇവിടെ ഒന്ന് ഒരുക്കണം. അതിവിടെ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കാൻ
ഇവിടുത്തെ ഭരണകൂടത്തിന് തയ്യാറായാൽ, ഇനി വരുന്ന ഭരണകൂടം തയ്യാറാകണമെന്നുണ്ടെങ്കിൽ ഈ പാലങ്ങളൊക്കെ അപ്പോഴാണ് അതിന്റെ ഒരു മൂല്യം മനസ്സിലാകുന്നത്. ഇനി ആലപ്പുഴ ബൈപ്പാസ് ഒന്ന് നോക്കൂ. ഈ ആലപ്പുഴ ബൈപ്പാസിന്റെ കാര്യം എന്ന് തുടങ്ങിയതാണെന്ന് നമുക്കറിയാം. എലിവേറ്റഡ് ഹൈവേ പൂർത്തിയാക്കിയതിന്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരുപാട് കാലം മുമ്പ് തുടങ്ങിയതാണ്. ഏതായാലും അത് പൂർത്തിയായതിൽ വളരെ സന്തോഷം, ഒരു നേട്ടമായി തന്നെ നമുക്ക് കണക്കൂട്ടാം. എനിക്കിതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുതിരാൻ തുരങ്കമാണ്. അത് പാലങ്ങളുണ്ട്, അതുപോലെ ഫ്ലൈ ഓവർ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് ആ ഒരു സംവിധാനം എന്ന് പറയുന്നത്. അത് ഈ സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ടാണ് കണക്ക് കൂട്ടേണ്ടത്. ഇന്നതിന്റെ സൗകര്യം അനുഭവിക്കുന്നവർക്കറിയാം എത്രത്തോളമാണ് എന്നുള്ളത്. പിന്നെ ഏനാത്ത് പാലം നമുക്കറിയാലോ, ഇതിനു മുമ്പ് അത് പൊളിഞ്ഞു വീണ സമയത്ത് സൈന്യമാണ് ഒരല്പമെങ്കിലും ഒരു ആശ്വാസമായി വന്നത്. പക്ഷെ അത് വലിയ ദുരന്തമായിരുന്നു. പാലമല്ല ദുരന്തം, ആ പോകുന്ന റോഡുകൾ, ഗതാഗത സൗകര്യത്തിനുള്ള റോഡുകൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ വളരെ റെക്കോർഡ് വേഗത്തിൽ ഈ സർക്കാർ ഇത് പൂർത്തിയാക്കി. പിണറായി സർക്കാർ ഈ 10 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കി. അത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തപ്പോൾ MC റോഡിന്റെ ഒരു പ്രശ്നം ചെറുതായൊന്നും അല്ല പരിഹരിക്കപ്പെട്ടത്. നമുക്കറിയാം, ആകെ 2 റോഡുകളാണ് തെക്ക് വടക്ക് നമുക്ക് ഓടാൻ പറ്റുന്നത്. അങ്കമാലിയിൽ നിന്ന് അങ്ങോട്ട് MC റോഡും പിന്നെ നമ്മുടെ പാലക്കാട് നിന്ന് വരുന്ന ഹൈവേയും. ഇനി പുതിയ ഈ ഹൈവേ NH-66 പണി തീരുന്നതോടുകൂടി ആ റോഡ് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. ഏതായാലും MC റോഡിന്റെ ഗതാഗത കുരുക്കും മറ്റ് കണക്കിലെടുക്കുമ്പോൾ ഏനാത്ത് പാലം ഇത്ര റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചത് ചില്ലറ നേട്ടമൊന്നും അല്ല തരുന്നത്. അങ്ങനെ പാലങ്ങളുടെ കണക്കുകൾ പറയുകയാണെങ്കിൽ ചെമ്പുകടവ് പാലമുണ്ട്, ഭൂതത്താൻ കെട്ട്, കഴക്കൂട്ടം ഫ്ലൈ ഓവർ, ഇങ്ങനെ നിലവിൽ പുരോഗമിക്കുന്ന നെരുമക്കടവ് മക്കക്കടവ് പാലം, അതുപോലെ കോട്ടയം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വേമ്പനാട് കായലിന് കുറുകെയുള്ള പാലം, ഇങ്ങനെയുള്ളത്, ഇങ്ങനെ നിർമ്മാണം പൂർത്തിയായതും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതും പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുമായ ധാരാളം പദ്ധതികൾ. അത്തരം പദ്ധതികൾ കൂടി വരുമ്പോൾ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഗതാഗത സംവിധാനത്തിന് വലിയ കുതിച്ചുചാട്ടം, വലിയ മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പാലങ്ങൾക്ക് പുറമെ ചില ROBകൾ പണിയെടുക്കുന്നുണ്ട്, റെയിൽവേ ഓവർബ്രിഡ്ജുകൾ. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ ലെവൽ ക്രോസുകൾ. ചിലപ്പോൾ 2 വണ്ടികളൊക്കെ വരാണ്ടാവും, അങ്ങോട്ടും അങ്ങോട്ടും. ഇതിനിടയിൽ ഒരു വന്ദേ ഭാരത് കൂടെ വരാനുണ്ടെങ്കിൽ പറയാൻ വേണ്ട. ആ രീതിയിൽ കാത്തു കിടക്കേണ്ട സാഹചര്യങ്ങൾ, ആംബുലൻസ് പോലും കാത്തു കിടക്കേണ്ട സാഹചര്യങ്ങളുള്ളപ്പോൾ അവിടെയൊക്കെ റെക്കോർഡ് വേഗത്തിൽ മേൽപ്പാലങ്ങൾ പണിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ റോഡുകള്, പാലങ്ങള്, ഇങ്ങനെയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പണി തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കച്ചവട രംഗം, വാണിജ്യ മേഖല കൂടി രക്ഷപ്പെട്ടു വരേണ്ടതാണ്. പക്ഷേ ഇവിടെ ആ ഒരു മേഖല വേണ്ടത്ര പുരോഗതി പ്രാപിച്ചിട്ടില്ല. നമുക്കിവിടെ നല്ല റോഡുകൾ വന്നു, നല്ല കെട്ടിടങ്ങൾ വന്നു, സ്കൂളുകളിൽ അടിസ്ഥാന വികസനം വന്നു, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ വന്നു, പിന്നെ ആശുപത്രി കെട്ടിടങ്ങൾ കണ്ടമാനം വന്നു. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് മറ്റു മേഖലകൾ വേണ്ടത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാം കൂടി ഒരുമിച്ച് വരില്ലല്ലോ. ഒരു പക്ഷേ ഇനി വരുന്ന സർക്കാരിന് ആ സാഹചര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിന്റെ ആവശ്യം തൽക്കാലം ആവശ്യമില്ല. അതൊക്കെ ഈ സർക്കാർ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഗപ്പിയുടെ കീഴിലുള്ള ഇത്തരത്തിലുള്ള വലിയ നിർമ്മാണവും പിന്നെ പൊതുമരാമത്ത് വകുപ്പിന് PWയുടെ കീഴിൽ വന്നിട്ടുള്ള 100-ലധികം ചെറിയ പാലങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാം ഇവിടെ നിർമ്മിച്ചുവെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ സാമ്പത്തിക ദുരുപയോഗം, അങ്ങനെ പറയണത് ശരി, കൃത്യമായി നികുതി പിരിക്കുന്ന പണം മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക, പിന്നെ അനാവശ്യമായിട്ട് ആ പണം ചെലവഴിക്കുക, അങ്ങനെ ഒത്തിരി മേഖലകളുണ്ട്. ഈ അനാവശ്യമായി പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ 1.5 കോടി ജനങ്ങൾക്ക് ആവശ്യത്തിലധികം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആവശ്യത്തിലധികം, ഇത്രയൊന്നും പേര് വേണ്ട. ഒരു ഓഫീസിൽ 3-4 പേര് വേണ്ടിടത്ത് 30-40 പേരൊക്കെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നികുതി വരുമാനത്തിന്റെ കഴിയുന്നില്ല. നികുതി വരുമാനത്തിന് പുറമെ കടവും കൂടി വാങ്ങിയിട്ടാണ് ശമ്പളവും പെൻഷനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അതായത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ഇങ്ങനെ വലിച്ചു വാങ്ങി കൂട്ടുന്ന കടവും വലിയ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ കാര്യം കൂടി സർക്കാർ നോക്കേണ്ടിയിരുന്നു. പക്ഷെ അത് നോക്കിയിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിരുന്നു. ഇനി ഭാവിയിൽ ആ കടം തീർക്കാൻ വേണ്ടിയുള്ള മറ്റു പ്രവർത്തനങ്ങളും വ്യവസായങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ ഉദ്യോഗസ്ഥർ മര്യാദയ്ക്ക് കാര്യങ്ങൾ നേരാവണ്ണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ യൂണിയൻകാരും മറ്റുള്ളവരും മര്യാദയ്ക്ക് പെരുമാറണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അത് കാര്യങ്ങൾ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കടക്കണിയെ കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാനുണ്ട്. ഈ ക്ഷേമ പെൻഷനൊക്കെ ഇടയ്ക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്ന് പറയുന്നത് ഒരു ആക്ഷേപഹാസ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. പെൻഷൻ കൊടുക്കുക എന്നുള്ളത്, എല്ലാവർക്കും പെൻഷൻ കൊടുക്കുക എന്നുള്ളത്, എല്ലാവർക്കും ജീവിക്കാനുള്ള ജീവനോപാധി കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ട് ഞങ്ങളിതേ നിറവേറ്റി എന്ന് പറയുന്നത് അല്പത്തരമായിട്ടായി തോന്നാൻ പറ്റുമോ? അത്തരത്തിൽ പിണറായി സർക്കാരിന് കുറച്ച്
എന്താ പറയാ മോശം സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കാതിരിക്കാൻ വയ്യ. വരുമാനമില്ലാത്ത ഒരു 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 അവസ്ഥയുണ്ട് ഇവിടെ. വരുമാനം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കുക? നികുതി വരുമാനമാണ് നമുക്കിവിടെ വരേണ്ടത്. വലിയ വലിയ വ്യവസായങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യം. വിദേശ നിക്ഷേപം ഇവിടെ ഇല്ല. ഇനി ഇന്ത്യയുടെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കേരളം അവർക്ക് അനുയോജ്യമായ സ്ഥലം അല്ലാഞ്ഞിട്ടല്ല. കേരളത്തിൽ അത്തരം വ്യവസായങ്ങൾക്ക് അനുകൂലമാണ്. പക്ഷെ ഇവിടെ അത്തരത്തിൽ ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളോ മറ്റ് സർക്കാരിലേക്ക് വരുമാനം വരുന്ന എന്തെങ്കിലും സംവിധാനങ്ങളോ കൊണ്ടുവന്നാൽ അതിന്റെ പേപ്പർ വർക്കുകൾ നടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കാലിൽ ചെരുപ്പ് തേഞ്ഞാലും നടക്കില്ല. പിന്നെ അത്രത്തോളം കൈക്കൂലി, കോഴ, പിന്നെ ഇതിനെല്ലാം പുറമെ ട്രേഡ് യൂണിയൻ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് ഇറക്കണമെന്നുണ്ടെങ്കിൽ നടക്കൂല. ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടത് പോലും നമുക്കറിയാലോ. ഈ അടുത്ത കാലത്ത് ഒരു കാറ് ഇവിടുത്തെ യൂണിയൻകാർ ഇറക്കിയ കഥ അല്ലേ? അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇവിടുത്തെ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന സാധനം എന്നോ എഴുതി തള്ളേണ്ട സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞു. അങ്ങനെ ഒരു യൂണിയനും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ വലിയ ശാപമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള യൂണിയനുകളും സർക്കാർ സംവിധാനങ്ങളും പിന്നെ കോഴയും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ വരുമാന സ്രോതസ്സിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പുതിയ കമ്പനികൾ വരുന്നതിന്, വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നതിന്, മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ വരുന്നതിനൊക്കെ തടസ്സം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. അഭ്യസ്തവിദ്യരായിട്ടുള്ള മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ അത്തരം ജോബ് അവർ അറിയിക്കുന്ന രീതിയിലുള്ള അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോബ് ഇവിടെ കിട്ടാത്തത് കൊണ്ട് അവർ വിദേശങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അവിടേക്ക് എത്തിക്കഴിഞ്ഞാലോ, മറ്റു വിദേശങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അവർ പിന്നെ തിരിച്ചു വരുന്നില്ല. കാരണം അവർക്ക് ഇവിടേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട അവരുടെ വിദ്യാഭ്യാസ ഇപ്പോഴത്തെ നിലവാരത്തിനനുസരിച്ചുള്ള ജീവിതം നയിക്കാൻ അവിടെ സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ അവരവിടെ സ്ഥിരതാമസമാക്കുന്നു. ഇത് വലിയൊരു അപകടമാണ്. നമ്മൾ ഇവിടെ ഇത്രയധികം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിവിടെ കൂട്ടിവെക്കുന്നു എന്ന് പറയുമ്പോഴും അതൊക്കെ അനുഭവിക്കാനുള്ള ഒരു തലമുറ ഇവിടെ വേണം. അത്തരത്തിലുള്ള ഒരു തലമുറ ഇവിടെ ഇല്ല. എല്ലാ തലമുറ ഇവിടെ വിട്ടുപോകുകയാണ്. മധ്യ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം വീടുകൾ, വലിയ വലിയ വീടുകളൊക്കെ വിൽക്കാൻ വെച്ചേക്കാണ്. ഓസ്ട്രേലിയയിലേക്ക്, കാനഡയിലേക്ക്, UK-യിലേക്കൊക്കെ എല്ലാം കേർപ്പുമാണ് ഇവിടെ. അവിടെ പോകുന്നവരാരും തന്നെ തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ അവർ സെറ്റിലാകുന്നു, അവരുടെ ജീവിതം അവിടെ കരുപ്പിടിപ്പിക്കുന്നു എന്നതാണ് നമ്മൾ നേരിടുന്ന ഇനി വരാൻ പോകുന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള ശമ്പള സ്കെയിലുള്ള നല്ല സ്ഥാപനങ്ങളിലൂടെ വരണം. അവർ പഠിച്ചിറങ്ങുമ്പോൾ പഠനം തന്നെ ഒരു കഥയാണ്, അത് മാറ്റേണ്ടതാണ്. ഒരുപാട് വർഷങ്ങളായി വിദ്യാഭ്യാസ മേഖലയിൽ വരേണ്ട മാറ്റങ്ങളെ കുറിച്ച് വിശിഷ്ടന്മാർ അറിയുന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. 2014 മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ്സുകളിലും മറ്റു കിട്ടുന്ന അവസരങ്ങളിലും ഒക്കെ അത്തരം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടുപോയ പലരും ഇന്ന് അത് കൈകാര്യം ചെയ്യേണ്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പഴയ കുരുടി കഥകുതുറ എന്ന മട്ടില് ആ പഴയ ഓളത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മാറണം. ടെക്നോളജിയൊക്കെ മാറി, നിലവിലുള്ള സംവിധാനങ്ങൾ മാറി, ചിന്തകൾ മാറി, ലോകം അതിവേഗം സഞ്ചരിക്കുന്ന 2025-ലേക്ക് നമ്മുടെ ജനതയെ എത്തിക്കാൻ ഈ സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെ ഉടച്ചു വാർത്ത് വിടുകയാണ്. അങ്ങനെ വാർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന സംരംഭങ്ങളിൽ പണിയെടുക്കാനും അവരുടെ ജീവിതം ഇവിടെ തന്നെ കരുപ്പിടിപ്പിക്കാനും ഇവിടെ ചില നിയമങ്ങളുണ്ട്. പണ്ടത്തെ കുറെ കാടൻ നിയമങ്ങൾ, അതൊക്കെ ഇവിടെ എടുത്ത് കളയണം. അത് മദ്യമായാലും മറ്റ് വസ്ത്ര സ്വാതന്ത്ര്യമായാലും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാനത് മറ്റൊരു വീഡിയോയിൽ അത് വിശദമായിട്ട് ചെയ്യാം. 2025-ലെ മനുഷ്യന്റെ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലേക്ക് വരണം. ചില തീരദേശ സംരക്ഷണ നിയമം, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മരടിലെ ഒരു ബിൽഡിംഗ് പൊളിച്ചത്. ആവശ്യമില്ലാതെയാണ് ആ ഫ്ലാറ്റ് പൊളിച്ചത്. വലിയ ആവേശമായിരുന്നു ആ ഫ്ലാറ്റൊക്കെ പൊളിക്കാൻ. അന്നത്തെ നിയമം അനുസരിച്ച് ആ ഫ്ലാറ്റ് പൊളിച്ചു. എന്നാൽ ആ ഫ്ലാറ്റ് പൊളിച്ച് അവിടെയൊക്കെ പിന്നെ അടിച്ചുവാരി വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം നിയമം മാറ്റി. ഇന്നത്തെ നിയമം അനുസരിച്ച് ആ ഫ്ലാറ്റ് പൊളിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിയമമല്ലേ മാറ്റേണ്ടിയിരുന്നത്? ആ ഫ്ലാറ്റ് പൊളിക്കേണ്ടി അല്ലായിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത്. അതുപോലെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത്തരം മാറ്റങ്ങൾ വരുത്തണം. ഇവിടെ സംരംഭകര് കേരളത്തിലേക്ക് വരുന്നുണ്ട്, വരാഞ്ഞിട്ടല്ല. ആ വരുന്നവർക്ക് മര്യാദയ്ക്കൂടെ പണിയെടുക്കാനും അല്ലെങ്കിൽ മര്യാദയ്ക്ക് അവരുടെ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനുമുള്ള സാഹചര്യം ഇവിടെ ഇല്ല. യൂണിയന്, ഉദ്യോഗസ്ഥ അനാസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കടലാസുകൾ നീങ്ങാനുള്ള അവസ്ഥകൾ, പിന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ പ്രാദേശിക നേതാക്കന്മാരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, അതായത് അവരുടെ സ്വന്തം ഖജനാവ് നിറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ബഹുഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ നേതാക്കളുടെയും ട്രേഡ് യൂണിയൻ നേതാക്കളുടെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനം വളരണമെന്നോ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളും തൊഴിൽ സൗകര്യങ്ങളും വളർന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തലമുറ ഇവർക്ക് പിരിക്കാനായി ഇവിടെ ഉണ്ടാവില്ല എന്നും ഇവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ താഴേക്കാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എല്ലാവർക്കും ജപ്തിയിലേക്കാണ് പോകുന്നത്. ഒരു മിഡിൽ ക്ലാസിന്റെ ഒരു പകുതിയിലധികം വരുന്ന ആൾക്കാർ മുഴുവൻ കടക്കണിയിലാണ്. പലരുടെ വീടും അവരുടെ ജീവിതകാലത്ത് മുഴുവൻ സമ്പാദ്യങ്ങളും എല്ലാം ജപ്തിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒരു വശത്ത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും ഒക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് അതിന്റെ ഗുണഭോക്താക്കളായി ഇരിക്കേണ്ട വിഭാഗം അവർ
ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി അങ്ങോട്ട് മാച്ച് ആകണില്ല. രണ്ടും കൂടെ മാച്ച് ആക്കാൻ കഴിയണം നമുക്ക്. ഈ സാധാരണക്കാരന് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ചെലവല്ല അവർക്ക് ഇപ്പൊ വരുന്നത്. അതായത് അവരുടെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിച്ചിട്ടുള്ള പോക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ചെലവിന് ഇന്നത്തെ ജീവിത സാഹചര്യത്തിന് അനുസരിച്ച് അത്രത്തോളം വിലക്കയറ്റമുണ്ട്. ആ വിലക്കയറ്റത്തിനനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഒരു സാധാരണക്കാരനോട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സർക്കാരിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ഈ സർക്കാർ 10 വർഷം അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലും കേന്ദ്രവും കേരളവും കൂടെ മത്സരിച്ചുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള വികസനം വന്നിരുന്നെങ്കിലും ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിൽ രണ്ടു കൂട്ടരും പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ തകർന്ന മറ്റൊരു മേഖല കാർഷിക മേഖല, അതേക്കുറിച്ച് പറയാതെ പോയാൽ പറ്റില്ല. അതുപോലെ തന്നെയാണ്, ഇങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് കിടക്കണ്ടേ. കാർഷിക മേഖലയുടെ തകർച്ച വളരെ വലുതാണ്. 10 വർഷം മുമ്പ് എന്തായിരുന്നു കാർഷിക മേഖല എന്നത് ഇന്നത്തെ കാർഷിക മേഖലയിലെ വരുമാനവും ഇവിടുത്തെ ഉത്പാദനവും ഒന്ന് കണക്കുകൂട്ടിയാൽ മനസ്സിലാവും. വൻ പരാജയമാണ്. ഇന്ന് ആന്ധ്രയോ തമിഴ്നാടോ ഇല്ലാതെ കേരളത്തിന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ടത്തെ സാഹചര്യം അതല്ല. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. അതാണ് ഞാൻ പറഞ്ഞത്, കാലത്തിനനുസരിച്ച് നിയമ സാഹചര്യങ്ങളും ഒക്കെ മാറണം. ഈ യൂണിയനുകളൊക്കെ പണ്ട് ആവശ്യമായിരുന്നു തൊഴില് വേണ്ടിയിരുന്ന കാലത്ത്. ഇന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് യൂണിയനുകൾ അധികപ്പറ്റാണ് സത്യം പറഞ്ഞത്. ഏത് പാർട്ടി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ആ CPM-ന്റെ ആണോ കോൺഗ്രസിന്റെ ആണോ ഇനി BJP-യുടെ ആണോ എന്നുള്ളതല്ല. അവരൊന്നും മര്യാദയ്ക്കല്ല പെരുമാറുന്നത് എന്നതുകൊണ്ട് കണ്ണും പൂട്ടി അതൊക്കെ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം, പിണറായി സർക്കാരിന്റെ ഭരണം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വികസനം അടിസ്ഥാന വികസന കാര്യത്തിൽ, സൗകര്യ വികസന കാര്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കേരള പിറവിക്ക് ശേഷം അത്തരം സൗകര്യങ്ങൾ ഏറ്റവും അധികം കൊണ്ടുവരാൻ സാധിച്ച സർക്കാർ സംവിധാനം ഏതെന്ന് ചോദിച്ചാൽ അത് പിണറായി സർക്കാരിന് മാത്രം സ്വന്തമാണ്. ഇനി വരുന്ന കാലത്ത് ആരെങ്കിലും ചെയ്താൽ നമുക്ക് അതിനെ ഓവർടേക്ക് ചെയ്ത് പോയി എന്ന് പറയാം. അതേസമയം തന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അവരുടെ സാമ്പത്തിക തൊഴിൽ മേഖലകൾ, അതുപോലെ സർക്കാരിന്റെ ഖജനാവിലേക്കുള്ള വരുമാനം നിലയ്ക്കുന്ന ഒരു അവസ്ഥ, വരവിലധികം ചെലവ്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തെ സാമ്പത്തിക സംവിധാനത്തെ കൊണ്ട് എത്തിച്ച ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു സർക്കാരും ഇതേ സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സർക്കാർ, ഇത് പിണറായി സർക്കാർ വന്നാലും CPM ഭരിക്കുന്ന സർക്കാർ വന്നാലും ഇനി UDF അധികാരത്തിൽ വന്നാലും വലിയ വെല്ലുവിളിയാണ് അവരെ നേരിടാൻ പോകുന്നത്. കാർഷിക മേഖലയുടെ പുനരുദ്ധാരണം വേണം. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര അഴിച്ചുപണി വേണം. അതുപോലെ ഇവിടെ വരുമാനം വരുന്നതിന് വേണ്ടി, നമ്മുടെ തൊഴിലിടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒത്തിരി എല്ലാ മേഖലയിലും മൊത്തത്തിലൊരു മാറ്റം വേണം. ഈ സർക്കാർ ഇതുവരെ ചെയ്തു വെച്ചതിൽ നിന്ന് ഒന്ന് വഴി മാറി സഞ്ചരിച്ചുകൊണ്ട് ഒരു മാറ്റത്തിന് ഇനി വരുന്ന സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളം അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ തീരുമാനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ചു വെക്കുമ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ ഇവിടെ ബംഗാളികൾ മാത്രമേ കാണുള്ളൂ. Different angles. Don't forget to subscribe and support this channel.